നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ പ്രണാമം. ഇനി 5ാം അധ്യായമല്ലേ പഞ്ചമം? പഞ്ചമസ്കന്ധം അധ്യായം 5. ഋഷഭോപദേശമാണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. ഋഷഭദേവൻ ഇങ്ങനെ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് മഹർഷിമാർ കൂടിയിരിക്കുന്ന മഹാസഭയിൽ എത്തിച്ചേർന്നു. അവിടെ എല്ലാവരും കേൾക്കെ തൻ്റെ പുത്രന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു എന്നുള്ള മട്ടിൽ ശ്രേഷ്ഠമായ സഭയിൽ വെച്ച് ഒരു ഉപദേശം നൽകുകയാണ്. പുത്രന്മാർക്ക് ഉപദേശിക്കുന്നു എന്ന വ്യാജേന, പക്ഷെ എല്ലാവർക്കും വേണ്ടിയാണ്. അങ്ങനെയുള്ള ഉപദേശമാണ് ഋഷഭോപദേശം എന്ന് 127 ശ്ലോകത്തിൽ നിൽക്കുന്ന തികച്ചും വേദാന്തപരമായ ആധ്യാത്മികമായ ഒരു ഉപദേശത്തിന്റെ മാതൃകയാണ് ഋഷഭോപദേശം. ഭാഗവതത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഋഷഭ ഉവാചാം നായം ദേഹോ ദേഹഭാജം നിർലോകേം കഷ്ടാൻ കാമാൻ അർഹതേ വിഭുജാം യേം തവോ ദിവ്യം പുത്രക ഏന ഭക്തും ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൂക്ഷം ത്വനന്തം. ന അയം ദേഹോ ദേഹഭാജം നിർലോകേ. ദേഹത്തെ ആശ്രയിച്ചാണ് മനുഷ്യർ. ദേഹഭാജാം മനുഷ്യരൊക്കെ. നിർലോകേ മനുഷ്യലോകത്തിൽ ദേഹം സ്വീകരിച്ചു വന്നിരിക്കുന്ന ആൾക്കാരുടെ നിർലോകേ ദേഹഭാജാം അയം ദേഹ. ഈ മനുഷ്യലോകത്തിൽ മനുഷ്യ ശരീരം ലഭിച്ചവരായ എല്ലാ മനുഷ്യരുടെയും ഈ ദേഹം. ദേഹോ അയം. ന അയം രണ്ടാക്കി തരും. അയം ദേഹ, ഈ ദേഹം കഷ്ടാൻ കാമാൻ അർഹതേ വിഭുജാം ഏ. വിട്ട് എന്ന് വെച്ചാൽ മലം നർത്ഥം. വിഭുജാം മലം ഭക്ഷിക്കുന്നവർ. മലം ഭക്ഷിക്കുന്നവരായ പുഴുക്കൾ, വിരകൾ, പ്രാണികൾ, ഇങ്ങനെ കുറെ പേരുണ്ട്. ഈ ചാണകത്തിനകത്തൊക്കെ നല്ല ഭംഗിയുള്ള വെള്ള നിറത്തിലുള്ള ഒരു പുഴു ഇങ്ങനെ ഞവച്ചപ്പോഴും കറങ്ങി കറങ്ങി നടക്കുന്നതാണ്. വിഭുജാം ഏ ആരാണ് അവരെ? കഷ്ടാൻ കാമാൻ, കഷ്ടങ്ങളായ കാമങ്ങളെ, കഷ്ടപ്പെടുന്ന കാമനകളെ. കഷ്ടം കാമാൻ ന അർഹതേ. ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതായ കാമങ്ങളെ അർഹിക്കുന്നില്ല. ഏത് കാമവും ദുഃഖം ഉണ്ടാക്കുന്നതാണ്. ദുഃഖം ഉണ്ടാവാത്ത ഒരു കാമനകളും മനുഷ്യനില്ല. എന്താഗ്രഹിച്ചോ ആഗ്രഹിച്ച് ലഭിച്ചു കഴിഞ്ഞാൽ അത് ദുഃഖമായിരിക്കും. തൽക്കാലം സുഖമായിരിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ദുഃഖമായിട്ട്. ഏതായാലും ഏത് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ, എന്തെന്ത് ആഗ്രഹങ്ങൾ സാധിച്ചോളൂ. സാധിക്കുന്ന സമയത്ത് അല്ല കുറച്ച് നാളത്തേക്ക് അത് സുഖമാണ്, പിന്നെ അതുകൊണ്ട് ദുഃഖിക്കും. ജീവിതം അങ്ങനെ തന്നെയാണ്. സമ്പത്തുണ്ടാക്കി വെച്ചാൽ ഉണ്ടാക്കി വെക്കുമ്പോൾ സന്തോഷമാണ്, കുറച്ച് കഴിയുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് തന്നെ ദുഃഖിക്കേണ്ടി വരും. ഒരുപക്ഷെ ആ സമ്പത്ത് കാരണമായി എന്തെന്ത് ദുഷ്പേരുകൾ, വിഷമതകൾ, സങ്കടങ്ങൾ, ചീത്തവിളികൾ, അടി, വഴക്ക്, വെട്ട്, കുത്ത്, ജയില്, ഇതെല്ലാം ഉണ്ടാവും. കാരണം ധനമാണ്.
സമ്പത്ത് എല്ലാം വരും. നല്ല പുത്രൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. സന്തോഷമായി, പുത്രന്മാരെ കിട്ടി, ഹാവു ഇഷ്ടം പോലെ വാത്സല്യിച്ചു വളർത്തി. പക്ഷെ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ ഹിതാനുസാരിയല്ല എന്ന് കാണുമ്പോൾ അവരെ കൊണ്ട് ദുഃഖം മാത്രമേ ഉണ്ടാവൂ. ആദ്യം സുഖം തോന്നി, പിന്നീട് ദുഃഖമായി പരിണമിച്ചു. ആരും അങ്ങനെയാണ്. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനവും തന്നെയാണ്. തൽക്കാലം സുഖം. അതുകൊണ്ടാണ് കഷ്ടാൻ കാമാൻ, കഷ്ടങ്ങളായ കാമങ്ങളെ ന അർഹത. ഈ വിഡ്ഭുക്കുകളായ കൃമിജാലങ്ങളൊക്കെ എന്തെന്ത് കാമനകളെ ആഗ്രഹിച്ച് അത് നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അത് ക്ഷുദ്രജന്തുക്കൾ അനുഭവിക്കുന്ന തുച്ഛമായ സുഖം പോലെ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ സുഖം. ഇവരിൻ്റെ അകത്ത് കിടന്ന് പൊളയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത്രേ ഉള്ളൂ. കഴിയുമ്പോൾ പിന്നെ ദുഃഖമാണ്. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ മനുഷ്യന് നേരിടേണ്ടി വരുന്ന സമസ്ത കാമനകളുടെയും ഫലം ദുഃഖമാണെന്നറിഞ്ഞ് ഈ കൃമിജാലങ്ങളെ പോലെ കഴിക്കുക, മൈഥുനം ചെയ്യുക, ഉറങ്ങുക, പിന്നെയും കഴിക്കുക, ഇതുമാത്രമായി വിഡ്ഭുക്കുകളെ പോലെ ഒരിക്കലും ജീവിക്കാൻ മനുഷ്യ ശരീരം കിട്ടിയ മനുഷ്യന് അർഹതയില്ല. ദേഹഭാജാം അയം ദേഹ കഷ്ടാൻ കാമാൻ അർഹതേ. ഈ ദേഹം ഈ കൊണ്ടുള്ളപ്പുഴുവിനെ പോലെ ദുഃഖമുണ്ടാക്കുന്ന കാമങ്ങളെ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. പിന്നെ എന്തിനുള്ളതാണ്? തപോ ദിവ്യം പുത്രകാഹ. ഈ മക്കളെ ദിവ്യമായ തപസ്സനുഷ്ഠിക്കാനാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. ഈശ്വരൻ അല്ലെങ്കിൽ ആ പുഴുവിനെ പോലെ ശരീരം എന്നാ പറയണം. മനുഷ്യ ശരീരം തന്നത് തപോ ദിവ്യമായ തപസ് അനുഷ്ഠിക്കാനാണ്. ഏന സത്വം ശുദ്ധേ. അതുകൊണ്ട് യാതൊന്നുകൊണ്ടാണോ സത്വത്തെ, അന്ധക്കരണത്തെ ശുദ്ധമാക്കാൻ പറ്റും. തപസ് ചെയ്തെങ്കിൽ മാത്രമേ അന്ധക്കരണം ശുദ്ധമാകൂ. അന്ധക്കരണം എപ്പോഴും ദുർവിചാരങ്ങളെ കൊണ്ട് മലിനമാകാം. അതിനെ ശുദ്ധീകരിക്കണം. ശരീരം ശുദ്ധീകരിക്കാൻ നമുക്ക് ഉപായങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. രാവിലെയും വൈകിട്ടൊക്കെ ശുദ്ധീകരിച്ച് കൊണ്ടുനടക്കണം. ഈ ശരീരത്തിനകത്തുള്ള മനസ്സിനെ ശുദ്ധമാക്കണമെങ്കിൽ, അന്ധക്കരണത്തെ ശുദ്ധമാക്കണമെങ്കിൽ സദ്വിചാരങ്ങൾ ഉള്ളിൽ നിറയണം. സദ്വിചാരമാണ് തപസ്, മറ്റൊന്നുമല്ല. തപോ ദിവ്യം പുത്രകാഹ ഏന സത്വം ശുദ്ധേ. അതുകൊണ്ടാണ് അന്ധക്കരണം ശുദ്ധമാകുന്നത്. അസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം. യസ്മാത് യാതൊന്നിൽ നിന്ന് അനന്തം ബ്രഹ്മസൗഖ്യം, അന്തമില്ലാത്ത ബ്രഹ്മ ആനന്ദം ലഭിച്ചു. ഇപ്പൊ കിട്ടുന്ന ആനന്ദങ്ങളൊക്കെ അന്തമുള്ളതാണ്. ഒന്നാണ് മേൽപ്പത്തൊരു സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞത്. ദുഃഖം കൊണ്ട് വിടവുണ്ടാവാത്ത, അന്തരമില്ലാത്ത നിരന്തരമായ ഒരാനന്ദം അനുഭവിക്കണമെങ്കിൽ ദിവ്യമായ തപസ് കൊണ്ട് പറ്റും. തപസ്സിൽ സദ്വിചാരങ്ങൾ കൊണ്ട് മനസ്സ് നിറയലാണ് തപസ്. ഈശ്വര വിചാരം സദാസമയവും മനസ്സ് നിറച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് തപസ്. ഒരു പിതാവിന് ഒരു മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം നോക്കൂ. ഇതാണ് കുടുംബജീവിതത്തിൽ കണ്ടുപിടിക്കാനുള്ളത്. ഋഷഭന്റെ ആദ്യത്തെ വാചകത. അല്ലയോ പുത്രകന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ ശരീരം ലഭിച്ചത് എത്ര കഷ്ടപ്പെട്ട് പാടുപെട്ടാണ്. നിങ്ങളാരും അപേക്ഷിച്ച് കിട്ടിയതല്ല ഈ ശരീരം. ഈശ്വരൻ നിങ്ങൾക്ക് ദാനമായി തന്നാണ് ഈ ശരീരം. ഈ ശരീരം കൊണ്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃമിജാലങ്ങളുടെ ശരീരം മതിയായിരുന്നു, അത് സുഖേന കിട്ടുക. അപ്പോൾ അതിനേക്കാൾ ഒന്നുകൂടി ഉത്കൃഷ്ടമായ ശരീരം നിങ്ങൾക്ക് ഈശ്വരൻ തന്നത് തപസ്യാണ്.
എന്തിനാ തപസ് ചെയ്യുന്നത്? അന്ധക്കരണം ശുദ്ധമാകണം, ഉള്ളു ശുദ്ധമാകണം. അങ്ങനെ ഉള്ളു ശുദ്ധമായാലോ അനന്തമായ സുഖം. ബ്രഹ്മസൗഖ്യം തു അനന്തം. അന്തമില്ലാത്ത ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കാൻ ഇതുകൊണ്ട് പറ്റും. ജീവിത ലക്ഷ്യം ഇതായിരുന്നു, നിരന്തരമായ സുഖം, അന്തമില്ലാത്ത സുഖം. ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റണം. അത് പറ്റണമെങ്കിൽ ഈശ്വര വിചാരം കൊണ്ട് ഉള്ളു നിറഞ്ഞെങ്കിൽ അതുകൊണ്ട് മാത്രമേ സാന്ദ്രാനന്ദമായ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ആയിക്കോളൂ, പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ഇതല്ല എന്ന് തിരിച്ചറിയണം എന്ന് ആദ്യമായി തന്നെ ഒരു പിതാവ് സ്വന്തം മക്കളെ വിളിച്ചു നിർത്തി ഉപദേശിക്കുന്ന ഉപദേശത്തിന്റെ മഹനീയമായ ഒരു മാതൃകയെ. നായം ദേഹോ ദേഹഭാജം നിർലോകേ കഷ്ടം കാമാനർഹതേ വിഭുജം യേ തപോ ദിവ്യം പുത്രക ഏന ഫത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. നായം ദേഹോ ദേഹഭാജം നിർലോകേ കഷ്ടാൻ കാമാനർഹതേ അർഹതേ വിഭുജം യേ തപോ ദിവ്യം പുത്രകായേന ഫത്വം ശുദ്ധ്യദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. നായം ദേഹോ ദേഹഭാജം ലോകേ കഷ്ടാൻ കാമാനർഹതേ വിഭുജം യേ തപോ ദിവ്യം പുത്രകായേന ഫത്വം ശുദ്ധ്യദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. മഹത് സേവാം ദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യൂഷിതം സംഗിസംഗം മഹാന്തസ്തേ സമജിത്താഹ പ്രശാന്താ വിമന്യവ സുഹൃത സാധവോ ഏം. മഹത് സേവാം, മഹാന്മാരായ സജ്ജനങ്ങളെ സേവിക്കരുന്നുള്ളത് ദ്വാരം ആഹു, വാതിലാണെന്ന് പറയുന്നു. വിമുക്തേഹി, മോക്ഷത്തിന്റെ വാതിലാണ് സജ്ജനങ്ങളെ സേവിക്കുന്നത്. മഹാന്മാരെ സേവിക്കുന്നത് മോക്ഷത്തിലേക്ക് കടക്കാനുള്ള ഒരു നല്ല വാതിലാണ്. ആ മഹാന്മാരെന്ന വാതിൽ കൂടി അകത്തേക്ക് കടന്നാൽ അനായാസമായിട്ട് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും. മഹത് സേവാം ദ്വാരം ആഹു വിമുക്തേഹി. വിമുക്തേഹെ ദ്വാരം ആഹു, വിമുക്തിയുടെ ദ്വാരമാണെന്ന് പറയുന്നു. തമോദ്വാരം യോഷിതാം സംഗിസംഗം. യോഷിതാം സംഗിസംഗം, സ്ത്രീകളുടെ സംസർഗമുള്ളവരോട് ചേരുന്നത്, സംഗികളോട് സംഘമുണ്ടാകുന്നത്. യോഷിതാം സംഗി സംഘം, ആർക്കാണോ സ്ത്രീകളോട് മാത്രം സംഘമുണ്ടായി ജീവിതം കഴിച്ചു കൂട്ടുന്നത്, കാമികളാണ്, അതികാമികളാണ്, അവരോടുള്ള സംഘം ഉണ്ടായാൽ തമോദ്വാരം, അത് അന്ധകാരമാകുന്ന അജ്ഞതയിലേക്ക് കടക്കാനുള്ള ഒരു വാതിലാണ്. അത് മോക്ഷദ്വാരം അല്ല. സ്ത്രീകളുടെ സംഘം വേണ്ട എന്നല്ല പറഞ്ഞത്. മനുഷ്യജീവിതത്തിന് ഏറ്റവും വലിയ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കാതെ, സ്ത്രീസംഘത്തിന് ലക്ഷ്യം ഒരു പുത്രോത്പാദനമാണ്, അതുകൊണ്ട് അത് പൂർണ്ണമാകും. ജീവിതകാലം മുഴുവനും ഈ സംഘം വെച്ച് പുലർത്തരുത്. അതിൽ നിന്ന് വിരക്തി നേടിയിട്ട് ഈശ്വര സംഘമാണ് വേണ്ടത്, സജ്ജന സംഘമാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെയും കൂടി കൂട്ടി രണ്ടുപേരും കൂടി സജ്ജന സംഘത്തിലേക്ക് പോകുകയാണെങ്കിൽ സ്ത്രീ വിഷയമായ കാമങ്ങളെ ധാരാളം അനുഭവിച്ചതിൻ്റെ പരിഹാരം ഇപ്പോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് യോഷിത്തുകളോട് സംഘമുള്ള ആൾക്കാരോട് സംഘമുണ്ടാവുക. അതികാമികളോട് ചേർച്ചയുണ്ടായാൽ നമ്മൾ അറിയാതെ തമോദ്വാരത്തിലേക്കാണ് പോകുന്നത്. ഇരുട്ട് കൊണ്ടുള്ള ഒരു ദ്വാരത്തിലേക്ക് പോകും. ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. കാരണം സ്ത്രീജനങ്ങളെ സേവിച്ചിരിക്കുന്ന സ്ത്രീ സേവ മാത്രം മതി എന്ന് വിചാരിക്കുന്നവർ വീണ്ടും വീണ്ടും സംസാരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകും. സദാചാരങ്ങളെ വിടാതിരിക്കുന്നവരായ സജ്ജനങ്ങൾ അവരുടെ പുറകെ പോയാൽ വീണ്ടും അവർക്ക്
ഈ സംസാര ലോക ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. മഹാന്തഹത്തെ സമചിത്താഹ പ്രശാന്താഹ വിമന്യവ സുഹൃത സാധവോയേ. മഹാന്തഹത്തെ, അവർ മഹാത്മാക്കളാണ്. ആര്? സമചിത്താഹം, സമചിത്തന്മാർ മഹാത്മാക്കളാണ്. മനോവൃത്തികളൊക്കെയും സമമായി തന്നെ ഇരിക്കണം. എല്ലാറ്റിനെയും ഒന്നുപോലെ കാണാനുള്ള കഴിവാണ് സമചിത്തത. അതുകൊണ്ട് പ്രശാന്തന്മാരാകും, ഏറ്റവും ശാന്തരായിത്തീരും. ഉള്ളു വിക്ഷുബ്ധമാകുന്നത് വിഷമം കൊണ്ടാണ്. വിഷമം മാറുമ്പോൾ വിഷമമാകും. സമമല്ലാത്ത ചിന്തയാണ്. എല്ലാം അല്ല എന്നുള്ള ചിന്ത എപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ മനോവൃത്തികൾ ആ വഴിയിലേക്കാണ് പോവുക. അങ്ങനെ വന്നാൽ അവർ കോപിഷ്ഠന്മാരാകും. സമചിത്തത ഉള്ളവർക്ക് കോപം ഉണ്ടാവില്ല. വിഷമചിത്തം ഉള്ളവർ കോപിഷ്ഠന്മാരാകും. അതുകൊണ്ട് യൂഷിത്തുകളോടുള്ള ഭംഗം ചെയ്യുന്നവരോട് ഭംഗിക്കുന്നവർക്ക് സമചിത്തന്മാരായിരിക്കത്തില്ല, അവർക്ക് കോപം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ അല്ലാത്തവർ മഹാത്മാക്കളാണ്. അവർ സമചിത്തരാണ്, പ്രശാന്തരാണ്, വിമന്യവഹ, കോപമില്ലാത്തവരാണ്. മഞ്ഞു കോപം. വിമന്യവഹ, കോപമില്ലാത്തവരാണ്. സുഹൃദ, നല്ല ഹൃദയമുള്ളവരാണ്. സാധവ, സജ്ജനങ്ങളാണ്. യാതൊരാളാണോ അവർ. അപ്പം കാമിക്കുന്ന സ്വഭാവമില്ലെങ്കിൽ കോപം ഉണ്ടാവില്ല. കുതശ്ചിത് പ്രതിഹതാത് കാമാത് ക്രോധോഭിജായതേ, ഗീത പറയും. ഏതെങ്കിലും തരത്തിൽ കാമത്തിന് പ്രതിഹതി ഉണ്ടായാൽ അപ്പോൾ ചാടി വരുന്നതിന്റെ പേരാണ് ക്രോധം അല്ലെങ്കിൽ കോപം. കുതശ്ചിത് പ്രതിഹതാത് കാമാത്, ഏതെങ്കിലും തരത്തിൽ കാമത്തിന് പ്രതിഹതി നാശമുണ്ടായാൽ അപ്പൊ കോപം ഉണ്ടാവും. അതുകൊണ്ട് സമചിത്തന്മാരായിരിക്കണം. അങ്ങനെ ആയാൽ ഒന്നിനോടും പ്രത്യേകിച്ച് ഭംഗം ഉണ്ടാവില്ല. അങ്ങനെ ഭംഗം ഉണ്ടാവാതിരുന്നാൽ മനസ്സ് സമമാണ്. എല്ലാറ്റിനും തുല്യമായി കാണാൻ പറ്റും. വൃക്ഷം കണ്ടാലും, പുഴുവിനെ കണ്ടാലും, ഈച്ചയെ കണ്ടാലും, ഈശ്വരനെ കണ്ടാലും, മനുഷ്യനെ കണ്ടാലും ഒരുപോലെയാണ്. അവർ നല്ല പ്രശാന്തരായി. ഇന്നല്ല അവർ കോപം ഇല്ലാത്തവരായി, നല്ല ഹൃദയമുള്ളവരാണ്, സജ്ജനങ്ങളാണ്. ഇതാണ്, ഈ സജ്ജനങ്ങളുമായി കൂടിച്ചേരലാണ് മോക്ഷപ്രാപ്തിക്കുള്ള വഴി. മഹത്സേവാം ദ്വാരമാഹുരു വിമുക്തേ. ആരാണ് മഹാത്മാക്കൾ? മഹാന്തഃ ആരാണ്? സമചിത്ത, പ്രശാന്ത, വിമന്യവ, സുഹൃദ, സാധവ. ഒക്കെ വിട്ട് പറയാണ്, ഇവരാണ് മഹാത്മാക്കൾ. നമ്മളിന്ന് മഹാത്മാക്കൾ എന്ന് കേട്ട് വെള്ളയും കൂടെ ചേർക്കാറുണ്ട് ഈ പേര്. പക്ഷെ ശരിക്ക് അതറിയണമെങ്കിൽ ഇങ്ങനെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മഹത് സേവാം ദ്വാരമാഹുർവിമുക്തേഹം തമോദ്വാരം യോഷിതം ഭംഗിഭംഗം മഹാന്തസ്തേ ഭമജത്ത പ്രശാന്ത വിമന്യവ സുഹൃദസ്വാധവോയേ. മഹത് സേവാം ദ്വാരമാഹുർവിമുക്തേഹ തമോദ്വാരം യോഷിതം ഭംഗിഭംഗം മഹാന്തസ്തേ ഭമജത്ത പ്രശാന്താഹം വിമന്യവ സുഹൃദ സാധവോയേ. ഏവാമയീശേകൃതസൗഹൃദാർത്ഥാഃ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാദിവത്സു ന പ്രീതിയുക്ത യാവദർത്ഥശ്ച ലോകേ. ഏവാ, ആരാവട്ടെ, യാതൊരുവനാകട്ടെ, ഈശേ മൈ, മൈ ഈശേ, ഈശനായ എന്നിൽ, മൈ ഈശേ തിരിച്ചിടുമ്പോൾ ഈശേ മൈ, ഈശനായ എന്നിൽ കൃത സൗഹൃദാർത്ഥാഹ, ചെയ്യപ്പെട്ട സൗഹൃദമെന്ന അർത്ഥത്തോടു കൂടിയവരായിട്ട്, സൗഹൃദം ചെയ്തവർ,
കൃത സൗഹൃദാർത്ഥാഹ, നല്ല ഹൃദയം ഉള്ളവരാണ് സുഹൃത്തുക്കൾ. സുഷ്ടു ഹൃദയം, നല്ല ഹൃദയം ആർക്കാണോ ഉള്ളത് അവനാണ് സുഹൃത്ത്. നല്ല ഹൃദയം എന്ന് വെച്ചാൽ ദുശ്ചിന്തകൾ കൊണ്ട് ഹൃദയം മനസ്സ് നിറയാതിരിക്കല. അവരെ സുഹൃത്ത് എന്ന് വിളിക്കാൻ പറ്റൂ. അല്ലാത്തവർ മിത്രങ്ങളാവാം, സുഹൃത്താവണം എന്നില്ല. അതുകൊണ്ട് കൃത സൗഹൃദ അർത്ഥാഹ, ഈ സൗഹൃദമെന്ന അർത്ഥത്തോട് കാര്യത്തോട് കൂടിയവരായി ഇരിക്കുന്നവർ ആരാണോ, ജനേഷു ദേഹം ഭരവാർത്തികേഷു, ജനേഷു ജനങ്ങളിൽ, ദേഹം ഭരവാർത്തികന്മാർ, ദേഹത്തെ ഭരിക്കാൻ വേണ്ടി ഉപകരിക്കുന്ന വ്യാപാരം. ദേഹം ഭരം, ദേഹത്തെ ഭരിക്കുക. വാർത്തികം വർത്തിക്കുക, വ്യാപാരം എന്നർത്ഥം. ദേഹത്തെ ഭരിക്കുന്നതിന് ആവശ്യമായ വ്യാപാരത്തോടു കൂടിയ ജനങ്ങളിൽ, ദേഹം ഭരവാർത്തികേഷു ജനേഷു, അവരവരുടെ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായത് മാത്രം സ്വീകരിക്കും. അതിലുപരി കൂട്ടിവയ്ക്കുന്നവർ, ഇന്ന് അതിലുപരി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന, എനിക്കല്ല ഇനി എൻ്റെ തലമുറകൾ കൂടി വേണ്ടി ഞാൻ ഉണ്ടാക്കി വെക്കണം എന്നാണ്. ഭാഗവതം തന്നെ പലയിടത്ത് പറയും, ഒരു പാത്രം പോലും കയ്യിൽ കൊണ്ട് നടക്കണ്ട. പാത്രത്തിൽ എന്തെങ്കിലും ആരെങ്കിലും തന്ന് മേടിച്ചു വെച്ചാൽ അത് ഇപ്പൊ ഉപയോഗിക്കാനല്ല, ഇനി വരുന്ന സമയത്ത് ഉപയോഗിക്കും, കൂട്ടിച്ചു വെക്കാനാണ്. ഇന്ന് നമുക്ക് അങ്ങനെയാണ്. എന്ത് കിട്ടിയാലും പാട്ടകളിലെ, ടിന്നുകളിലെ, ഡബ്ബകളിലെ പാത്രങ്ങൾ അടച്ചടച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നാളത്തേക്ക്, മറ്റന്നാളത്തേക്ക്, എന്നേലും ഒരിക്കൽ, അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കരുതി വയ്ക്കുകയാണ്. കൈക്കുമ്പിൾ മാത്രം മതി, അതാണ് പാത്രം. ഈ കൈക്കുമ്പിൾ ഒതുങ്ങുന്നത് എന്നെ വയറ്റിക്കൊള്ളുള്ളൂ. അതുകൊണ്ട് എൻ്റെ പാത്രം എൻ്റെ കൈക്കുമ്പിളാണ്. ആവശ്യം വരുമ്പോൾ ഈ കൈക്കുമ്പിൾ നിറച്ച് വാങ്ങുക, അത് കഴിക്കുക, ഹാവു സുഖം. അത് കളഞ്ഞ് കൈയും കഴുകി പോവാം. ഗ്ലാസ് വേണ്ട, പ്ലേറ്റ് വേണ്ട, സ്പൂണ് വേണ്ട, ഒന്നും വേണ്ട. ഇത്രേ ആവശ്യമുള്ളൂ ഒരു മനുഷ്യന്. അടുത്ത സമയം വിശപ്പ് വരുമ്പോൾ ഒരു കൈക്ക് കൊള്ളാവുന്നത് എന്താ വെച്ചാൽ അത് വാങ്ങുക, കിട്ടുക, അത് കഴിക്കുക. അങ്ങനെ ഉദരംഭരത്തിന് ആവശ്യമായത് മാത്രം സ്വീകരിക്കുക. ഉദരംഭരവാർത്തികേഷു ജനേഷു, അങ്ങനെയുള്ള ജനങ്ങളോട് സൗഹൃദം ഉണ്ടാക്കാം. അതാണ് മോക്ഷത്തിലേക്ക് കടക്കാനുള്ള വാതിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെങ്ങനെയുള്ളവരാണെന്ന് അറിയണം. അവരുടെ ശരീരം നിലനിർത്താൻ ആവശ്യമായത് മാത്രമേ സ്വീകരിക്കുന്നത്, ബാക്കിയൊന്നും കൂട്ടിവയ്ക്കാത്തവരാണ്. ഈ ഗൃഹേഷു ജായ ആത്മജ രാതിമത്സു. ജായ എന്ന് വെച്ചാൽ അറിയാം, ഭാര്യ. ആത്മജൻ പുത്രൻ. രാതി ധനം. അത് കോമയിട്ട് പഠിക്കണം, നിങ്ങൾക്ക് പരിചയത്തിലെ വാക്കാണ് രാതി. അല്ലെ ഒന്നിച്ചു വായിക്കും. ജായാത്മജ, ആത്മജരാ. ജരാ പരിചയമാണ്, ഒന്ന് ജരാ, പിന്നെ തീരുന്നിട്ട കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ വായിച്ചു പോവാം. പക്ഷെ അർത്ഥം അറിഞ്ഞാൽ നമുക്ക് വായിച്ചു പഠിക്കണം. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. ജായ, ആത്മജ, രാതി. ഭാര്യ, പുത്രൻ, സമ്പത്ത്, അത് ധനം. മത്സു, മത്ത് ഉള്ളത്. ജായ, ആത്മജ, രാതി, മത്സ്, ഈ മൂന്നും ഉള്ളവർ. രാതി മത്സു ഉള്ളവരിൽ എന്റെ സപ്തമിയായി. അപ്പൊ എന്താണ്? ഭാര്യ, പുത്രന്മാർ, ധനം, ഇതൊക്കെ ഉള്ളവരിൽ. മത്സു ഗൃഹേഷു, വീടുകളിൽ. ന പ്രീതിയുക്താഹ, അങ്ങനെയുള്ള വീടുകളില്. ന പ്രീതിയുക്താഹ, പ്രീതിയുക്തന്മാരല്ലാതിരിക്കുന്ന. യാവത് അർത്ഥസ്ഥ ലോകേ, ലോകത്തിൽ എത്രത്തോളം അർത്ഥം ഇവിടെ പ്രയോജനം നടത്തും, അത്രത്തോളം പ്രയോജനത്തെ ആവശ്യപ്പെടുന്നവരുമായ ജനങ്ങൾ. മഹാത്മാക്കളെ കുറിച്ച് പറയുകയാണ്.
ഭാര്യ, പുത്രന്മാർ, ധനാദികൾ എന്നിവയടങ്ങിയ ഗൃഹങ്ങളില് പ്രീതി ഇല്ലാതിരിക്കുന്നവർ യാവരാണോ ഗൃഹേഷു ജായ ആത്മജരാദിമത്സു ന പ്രീതിയുക്ത, അവരോട് പ്രീതി ഇല്ലാത്തവരായിട്ടും ഭഗവാനെ ഭജിക്കുന്നതിന് ആവശ്യമായ ശരീരം നിർവഹിപ്പാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ആവശ്യത്തെ മാത്രമേ ലോകത്തിൽ നിന്ന് ആഗ്രഹിക്കാവൂ. ഇവരാണ് മഹാത്മാക്കൾ. അല്ലാതെ കണ്ട് വലിയ വീടുണ്ടാക്കി വെച്ചു, സുന്ദരി ആയ ഭാര്യയായി, നല്ല മക്കളായി, ഇഷ്ടം പോലെ ധനമായി, ഇങ്ങനെയുള്ള ആൾക്കാരോട് പ്രീതി ഉണ്ടാവരുത്. അവരെ കാണാം, പരിചയപ്പെടാം, സംസാരിക്കാം, ഒക്കെ ചെയ്യാം. അവരോട് ആത്മബന്ധത്തിന്റെ അടുപ്പം അധികം ഉണ്ടാവരുത്. ന പ്രീതിയുക്ത യാവത് അർത്ഥാശ്ചരോഗേ എന്ന് മാത്രമല്ല, എത്രത്തോളമാണോ ഈ ലോകത്തിൽ നിന്നും എനിക്ക് അർത്ഥം ആവശ്യം അത്രത്തോളം സ്വീകരിക്കാം. ഇതങ്ങനെയല്ല, പോരട്ടെ പോരട്ടെ, ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടികൾ, ഇത്ര എനിക്ക് ആവശ്യമുണ്ടോ, അതൊന്നും വിചാരമില്ല. ഇതൊക്കെ വേണം. എനിക്ക് ജീവിതത്തിന് ആവശ്യമായ വസ്തു മാത്രമല്ലേ എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എടുക്കുന്നവരെ ഗീത എന്താണ്, തേന്മാർ എന്ന് പറയും. മോഷ്ടിക്കുന്നവരാണ്, മോഷ്ടാക്കളാണ്, കള്ളന്മാരെന്ന് ഗീത പറയും. അതുകൊണ്ട് ഈ ലോകത്ത് ധാരാളമുണ്ട്, കോടിക്കണക്കിന് വിഭവങ്ങളും സമ്പത്തും ഉണ്ട്. ഇതെല്ലാം ഒരാൾക്ക് കോരിയെടുത്ത് കൂട്ടി വെച്ച് അനുഭവിക്കാനുള്ളതല്ല. ഇതൊക്കെ ഉണ്ടാക്കി വെക്കും, പിറ്റേ ദിവസം മരിച്ചു പോയെന്ന് വരാം. അപ്പൊ ഇതെല്ലാം ഇവിടെ നിലനിൽക്കട്ടെ. അവിടെ നിന്നും എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കണം. കിണറ്റിൽ വെള്ളമുണ്ട്, നിറച്ച് വെള്ളമുണ്ട്. ഹാവൂ, ഇത് മുഴുവൻ എനിക്ക് കുടിച്ചു പറ്റിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു തൊട്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ള 2-3 ബക്കറ്റ് വെള്ളം അത്രയല്ലേ ഞാൻ എടുക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രീതിയാണ്. ഇതേപോലെ ഈ ലോകത്തിൽ നിന്നും എന്ത് സമ്പത്തുകൾ, വിഭവങ്ങൾ സംഭരിക്കുമ്പോഴും എനിക്ക് ഇത് ആവശ്യമുള്ളതാണോ എന്ന് ആലോചിക്കണം. ഇന്നത്തെ പരസ്യം കണ്ട് നമ്മൾ 1000 കൂട്ടങ്ങളുടെ പുറകെ പാഞ്ഞു പോകും. അപ്പോഴൊക്കെ ചിന്തിക്കുന്നത്, ഇതെനിക്കിപ്പോൾ ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ ഇപ്പം എനിക്കിത് വേണ്ട, ഇതിലെങ്കിൽ എനിക്ക് സുഖമായി ജീവിക്കാൻ പറ്റും, കഴിയാൻ പറ്റും. ഇവരാണ് മഹാത്മാക്കൾ എന്ന് ഭാഗവതം പറയാം. മഹാത്മാക്കളുടെ ലക്ഷണം അത്ര ഭംഗിയായിട്ട് പറഞ്ഞു. അല്ലയോ പുത്രന്മാരെ, നിങ്ങൾ മഹാത്മാക്കളാവണം. അത് വെറുതെ ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ കണ്ട് ലോകം പഠിക്കണം, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആ കണക്കിന് മാതൃകയായി നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണം. ഒരച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശമാണ്. നോക്കൂ, അങ്ങനെ വേണമെങ്കിൽ മഹാത്മാക്കളോട് കൂടിച്ചേരണം, അവരുമായി സംഗമമുണ്ടാകണം. അല്ലാത്തവരുടെ സംഗമത്തിന് പോവരുത്. ധാരാളം സമ്പത്തും വീടും എന്താണ് ഭാര്യമാർ, പുത്രന്മാർ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവരോട് ന പ്രീതിയുക്താഹം, അവരോട് പ്രീതി ഉണ്ടാവരുത്. ഏവാമയീശേകസൗഹൃദാം ജനേഷു ദേഹം ഭരവർത്തികേഷു ഗൃഹേഷു ജായാത്മജരാദിവത്സു ന പ്രീതിയുക്താഹ യാവദർത്ഥാശ്ചരോഗേ. ഏവാമയീശേകസൗഹൃദാർത്ഥോ ജനേഷു ദേഹം ഭരവർത്തികേഷു ഗൃഹേഷു ജായാത്മജരാദിമത്സു ന പ്രീതിയുക്താഹ യാവദർത്ഥശ്ചരോഗേ. ഏവാമയീശേകസൗഹൃദാം ജനേഷു ദേഹം ഭരവർത്തികേഷു ഗൃഹേഷു ജായാത്മജരാദിമത്സു ന പ്രീതിയുക്താഹ യാവദർത്ഥശ്ചലോകേ. നൂനം പ്രമത്തക്കുരുതേ വികർമാം യദിന്ദ്രിയപ്രീതയ ആവൃണോതി ന സാധുമന്യേ യഥാത്മനോയം അസന്നപിക്ലേശത ആഫദേഹ. നൂനം നിശ്ചയമായിട്ടും പ്രമത്ത മതിച്ച് നടക്കുന്നവൻ, വികാരത്തിൽ ഇളകി മറിഞ്ഞ് നടക്കുന്നവൻ, അതാണ് പ്രമത്തൻ. വിചാരമില്ലാത്തവൻ എന്നർത്ഥം. ഇന്ന് വികാരമാണ് നമ്മെ
നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത് വികാരം കൊണ്ട് ഇളകി മറിഞ്ഞ് അങ്ങനെ പേ പിടിച്ച് നടക്കണം. അതാണ് പ്രമത്തന്മാർ. പ്രമത്തഃ നൂനം നിശ്ചയമായിട്ടും വികർമ്മ കുരുതേ. വികർമ്മം പാപകർമ്മം എന്നർത്ഥം. ലക്ഷ്യത്തിലേക്ക് നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന കർമ്മം, വിഗതമായ കർമ്മം, വേണ്ട വഴിയിലേക്ക് നമ്മെ നയിച്ചു വിടുന്നത് സുകർമ്മം, അല്ലാത്തത് വികർമ്മം. ആ വികർമ്മ കുരുതേ ചെയ്യുന്നു. ആരാണോ പ്രമത്തന്മാരായിരിക്കുന്നവർ അവർ നിശ്ചയമായിട്ടും വികർമ്മങ്ങളെ ചെയ്യുള്ളൂ. അഴിഞ്ഞാടി നടക്കുന്ന ഇന്ദ്രിയത്തെയും മനസ്സിനെയും അടക്കി നിർത്താൻ പറ്റാത്ത ആൾക്കാർ, വിചാരശൂന്യരായ ജനങ്ങൾ, അവരെ വികർമ്മമായ പാപത്തെ ചെയ്യുകയുള്ളൂ. നൂനം പ്രമത്ത കുരുതേ വികർമ്മ ഇത് ഇന്ദ്രിയപ്രീതയ ആപ്രണോതി. യാതൊന്നാണോ ഇന്ദ്രിയപ്രീതയ, ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ട്, ഇന്ദ്രിയപ്രീതയെ എന്നവിടെ ചതുർത്ഥി വരും. പക്ഷെ ആപ്രണോതി ഇരിക്കുന്നതുകൊണ്ട് ഏകാരം ലോപിച്ചു പോകും. അതുകൊണ്ട് ചൊല്ലുമ്പോൾ ഇന്ദ്രിയപ്രീതയ എന്ന് ചൊല്ലിയാൽ മതി. അർത്ഥം പറയുമ്പോൾ ഇന്ദ്രിയപ്രീതയെ എന്ന് പറയണം. ഇന്ദ്രിയപ്രീതയെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായിക്കൊണ്ട്, അതിനു വേണ്ടി എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം വിഷയഭോഗങ്ങൾ ആവോളം അനുഭവിക്കുക എന്ന് ധരിച്ചിരിക്കുന്നവർ, കിട്ടാവുന്നിടത്തോളം വിഷയങ്ങൾ, ലൗകിക ഭോഗങ്ങൾ തേടിപ്പിടിച്ച് കണ്ടെത്തി കഷ്ടപ്പെട്ട് അത് അനുഭവിക്കുക. അപ്പോഴാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് കുന്തളപ്പുഴുവിനെ പോലെയാകും. ഇത് അനുഭവിക്കൽ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും അതൊക്കെ പോയി ദുഃഖമാകും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് വ്യാപരിക്കുമ്പോൾ, ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ധർമാധർമ്മ വിചാരശക്തി ഉണ്ടാവില്ല. ഇത് ധർമ്മമാണ്, അധർമ്മമാണ്, വേണ്ടതാണ്, വേണ്ടാത്തതാണ് എന്നുള്ള വിചാരശക്തി അപ്പോൾ ഉണ്ടാവില്ല. അത് തീരെ കുറഞ്ഞു പോകും. അത് അനർത്ഥത്തിന് കാരണമാണ്. അതാണ് വാസ്തവത്തിൽ പ്രമാദം. അപ്പം ഇന്ദ്രിയത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആണ് എന്ന് ആപ്രണോതി വ്യാപരിക്കുന്നു. ആ പ്രണോതി വ്യാപരിക്കുക. ഇന്ദ്രിയപ്രീതയെ യത് ആപ്രണോതി വ്യാപരണോതി വ്യാപരിക്കാറ്. ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ട് എപ്പോഴാണോ മനുഷ്യൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രമത്തനാകും. ഇത് ഇന്ദ്രിയപ്രീതയെ ആപ്രണോതി നൂനം പ്രമത്തഃ വികർമ്മ കുരുതേ. ഇന്ദ്രിയത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സദാ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവർ പ്രമത്തന്മാരാണ്. അവരെ വികർമ്മമേ ചെയ്യുകയുള്ളൂ. നൂനം തീർച്ചയായും. ന സാധുമന്യേ യഥ ആത്മനോയം ന സാധുമന്യേ. അതിനെ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് പറയാം. പിതാവ് പുത്രനോട് പറയാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ ഓടിപ്പോകുമായിരിക്കും എന്ന് ഞാൻ പറയാ. നിങ്ങൾക്ക് നല്ലത് തോന്നും, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ന സാധുമന്യേ. ഭൗതികമായ വിഷയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതുകൊണ്ട് ഓരോ ഇന്ദ്രിയത്തെയും പ്രീതിപ്പെടുത്തി, കണ്ണിനെയും ചെവിയെയും മൂക്കിനെയും നാവിനെയും ഒക്കെ പ്രീതിപ്പെടുത്തി ഒരു പകലത്തെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടിയാണ്. ഉറങ്ങുന്നത് വരെ നാക്കിനെ പ്രീതിപ്പെടുത്താനാണ് നമ്മുടെ ഉദ്ദേശ്യം. സ്വാദുള്ളത് എവിടുന്ന് കിട്ടും, ഇത് അതിനേക്കാൾ സ്വാദാണ്, ഓ ഇത് കഴിക്കാം. പിറ്റേ ദിവസം വേറെ കണ്ടുപിടിക്കും, അതിനേക്കാൾ സ്വാദാണ് ഇത്, അത് കഴിക്കാം. അതിനേക്കാൾ പിന്നെ എവിടെയായ സ്വാദിന്റെ അന്തം? കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അത് നീണ്ടു പോവുകയുള്ളൂ, എങ്ങും തീരില്ല.
അപ്പൊ ഇങ്ങനെ തീരാത്ത വിഷയങ്ങളുടെ പുറകെ നാവ് പോകും, അതിന്റെ പുറകെ ഞാൻ പോകും. അതിനുണ്ടാകുന്ന കഷ്ടതകൾ, ഗ്രഹപ്പിഴകൾ, വിഷമതകൾ, ദുഃഖങ്ങൾ, ധനം വ്യയം ഇതൊക്കെ അനുഭവിക്കും. ഇങ്ങനെ എന്താണ്, ഞാൻ വിചാരമില്ലാത്തവനായിട്ട് മാറും. അങ്ങനെയുള്ളത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാധുമന്യേ യഥ ആത്മനോയം അസന്നവിക്ലേശത ആഫദേഹാം. യഥ യാതൊന്നിൽ അസൻ അപി അസത്തായും ഇരിക്കുന്ന ആത്മനോ ക്ലേശത തനിക്ക് തന്നെ ക്ലേശമുണ്ടാക്കുന്നതുമായ അയം ദേഹ ഈ ശരീരം ആഫ ഉണ്ടായി. ആഫ എന്ന് വെച്ചാൽ ഭവിച്ചു, ഉണ്ടായി എന്നർത്ഥം. ഈ ശരീരം ഉണ്ടായത് ജന്മാന്തരമായ പലതരത്തിലുള്ള പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ആത്മാവിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു ശരീരം സ്വീകരിക്കാൻ ഇടവരുന്നത്. ജന്മാന്തരങ്ങളായ പല പാപങ്ങളും അതിന് കാരണമാണ്. അങ്ങനെ ശരീരം കിട്ടിയാൽ അതുകൊണ്ട് ഈ ജന്മാന്തരത്തിലുള്ളതുമായ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കാൻ പാകത്തിന് സത്കർമ്മങ്ങൾ ചെയ്ത് സദ്വിചാരത്തോടെ ജീവിച്ചാൽ ഇനി ജന്മം ഉണ്ടാവാതെ, അല്ല വീണ്ടും വീണ്ടും ജന്മം ഉണ്ടായിക്കൊണ്ട്. ഈ ശരീരം എന്തായാലും ക്ലേശദം ആണ്, ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിൽ ക്ലേശം തന്നുകൊണ്ടേയിരിക്കും എന്നും. എവിടുന്നാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല, ഒന്നുമില്ല, തലവേദനയെങ്കിലും വരും. അപ്പൊ ഈ ശരീരം ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശം അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണെങ്കിൽ പൂർവജന്മാർജിതമായ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ കിട്ടിയതാണ് ഈ ശരീരം. അത് അനുഭവിച്ച് തീരുന്നിടം വരെ ഇവിടെ ഈ ശരീരം കൊണ്ട് നടക്കണം. ഇല്ലാതാക്കാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്താലും പോവില്ല, രക്ഷപ്പെടും. അതിഭയങ്കരമായ ക്യാൻസർ വന്നാലും എന്താണ്, രക്ഷപ്പെടും. അല്ലെങ്കിൽ എന്താണ്, ആ സ്റ്റേജിൽ അങ്ങനെ കിടന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ ശരീരം കിട്ടിയത്. അതെല്ലാം അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷേ ആ അനുഭവത്തിന്റെ തീഷ്ണത കുറച്ച് ഇനിയും ഒരു ജന്മം ഉണ്ടാവാതിരിക്കാൻ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതിനെ സധൈര്യം നേരിടേണ്ട കരുത്ത് ഇതാണ് ഈ ജന്മത്തിലെ സത്ചിന്ത കൊണ്ട്, ഈശ്വര വിചാരം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. എന്തും വരട്ടെ, ഇത് വരാതിരിക്കില്ല. കാരണം എന്താണ്, പൂർവ്വജന്മാർജിതമായ കർമ്മഫലമാണ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. വരും. എന്തൊക്കെ ദുരിതം വന്നാലും അതിനെയൊക്കെ അതിന്റെ തീഷ്ണത കുറയ്ക്കാൻ പറ്റും. സദ്വിചാരം കൊണ്ട് തീഷ്ണത കുറയ്ക്കും എന്ന് മാത്രമല്ല, വരുന്നതിനെ കരുത്തോടെ അനുഭവിക്കാനുള്ള ശക്തി, ബലം കിട്ടും. അതുകൊണ്ട് ആത്മന ക്ലേശത, തനിക്ക് തന്നെ ക്ലേശമുണ്ടാക്കുന്ന അസൻ അപി അസത്താണെങ്കിലും ദേഹ ആഫ, ഈ ദേഹം ഉണ്ടായി എനിക്ക്. ഇത് മേൽക്കുമേൽ ശരീരം ഇനിയും ഉണ്ടാക്കേണ്ടി വരികയും ചെയ്യും, മരിക്കേണ്ടി വരികയും ചെയ്യും. ഇതൊരു നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജനിക്കുക മരിക്കുക, ഉദകപ്പോള പോലെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഓരോ കുമളകൾ ഉണ്ടാകും, പോവും, മറ്റുന്നവരും ഉണ്ടാകും, പോവും. ഇങ്ങനെ ജീവിതം അതിനുവേണ്ടി മാത്രമുള്ളതല്ല. അതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, എങ്ങനെ ഉപദേശിക്കുന്ന ഒരു മക്കൾക്ക് നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ വിചാരം ഉണ്ടാവാം, പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ആയിക്കോണം എന്ന് ശാസിക്കലല്ല, ഉപദേശമാണ്. നൂനം പ്രമത്തക്കുരുതേ വികർമാം യദിന്ദ്രിയ പ്രീത ആവൃണോതി ന സാധുമന്യേ യഥാ ആത്മനോയം അസന്ന വിക്ലേശത ആഫദേഹം. നൂനം പ്രമത്തക്കുരുതേ വികർമാം യദിന്ദ്രിയ പ്രീത ആവൃണോതി ന സാധുമന്യേ യഥാ ആത്മനോയം അസന്ന വിക്ലേശത ആഫദേഹം. നൂനം പ്രമത്തക്കുരുതേ വികർമാം യദിന്ദ്രിയ പ്രീത ആവൃണോതി
സാധുമന്യേ യഥാ ആത്മനോയം അഫന്നവിക്ലേശത ആഫദേഹം പരാഭവസ്താവദബോധജാതോ യാവന്ന ജിജ്ഞാഫത ആത്മതത്വം യാവത് ക്രിയാ താവതിദം മനോ വൈ കർമാത്മകം ഏന ശരീരബന്ധ. പരാഭവ താവത് അബോധജാതോ. പരാഭവ താവത് അബോധജാതോ. 3 വാക്കാണ്. പരാഭവം എന്ന് വെച്ചാൽ തിരസ്കരിക്കുക, നമ്മെ മാറ്റി നിർത്തുക, വിഷമം ഉണ്ടാകുക, ദുഃഖം ഉണ്ടാകുക. തിരസ്കാരം കൊണ്ട് വരുന്നത് അതാണ്. പരാഭവ താവത് തിരസ്കാരം മിക്കവാറും അബോധജാതോ അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്ന, അബോധത്തിൽ നിന്നും ജാതമാണ്. അബോധം, ബോധമില്ലായ്മ, അറിവില്ലായ്മ, അതിൽ നിന്നും ഉണ്ടാകുന്ന. ഈ യഥാർത്ഥമായ മുമ്പ് പറഞ്ഞ ലക്ഷ്യം, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അറിയുന്നിടം വരെ ഈ ദേഹത്തിനോട് അഭിമാനം ഉണ്ടാകും. അതുകൊണ്ട് പലപ്പോഴും തിരസ്കാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. എന്നെ ഒരു സഭയിൽ വെച്ച് 4 പേരുടെ നടുക്ക് വെച്ച് ഒരാൾ മാറ്റി നിർത്തിയാൽ എന്ത് വിഷമം ഉണ്ടാവുക? തിരസ്കാരം പലപ്പോഴും ദുഃഖത്തിന് കാരണമാണ്. ഈ തിരസ്കാരം അബോധജാത, അറിവില്ലായ്മയിൽ നിന്നുമാണ് ഈ തിരസ്കാരം. ഏതറിവില്ലായ്മ? ഞാൻ ശരീരം അല്ല എന്നുള്ള അറിവ്. ഞാൻ ശരീരമാണ് എന്ന് അഹംഭാവം കൊണ്ട് അഭിമാനിക്കുമ്പോഴാണ് ഈ പരാഭവം ദുഃഖകാരണമാകും. എന്നെ ഇവിടുന്ന് മാറ്റി നിർത്തി എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്താണ്? ഈശ്വരന്റെ മുമ്പിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ജീവജാലങ്ങളുടെ നടുക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ എന്നെ ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ 10 പേര് മാറ്റി നിർത്തുന്ന കാര്യമായില്ല. അതുകൊണ്ട് എൻ്റെ ഈ ശരീരവും ഈ ദേഹവുമായിട്ടുള്ള ബന്ധം, അതാണ് ഞാനെന്ന് ധരിച്ച് വശാകുന്നവർക്ക്, അവര് അറിവില്ലായ്മയിൽ നിന്നാണ്, ശരിയായ ആത്മബോധം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ പരാഭവം അനുഭവിക്കേണ്ടി വരിക. പരാഭവസ്ഥാവത് അബോധജാതോ യാവന്ന ജിജ്ഞാഫത ആത്മതത്വം. ആത്മതത്വം യാവത് ന ജിജ്ഞാഫത. ആത്മതത്വം യാതൊരു കാലം വരെ എന്താണ് അറിയുന്നില്ലയോ അതുവരെയാണ് ഈ പരാഭവം ഉണ്ടാകുക. ആത്മതത്വം അറിയാൻ സാധിച്ചാൽ പിന്നെ പരാഭവമില്ല. ഞാൻ കോടിക്കണക്കിന് ജീവജാലങ്ങളെ പോലുള്ള ഒരാളാണ്. എനിക്കും അവർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്നുമില്ല. എന്നിലും അവരിലും ഒക്കെയുള്ള ആത്മചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന് സമചിത്തത ഉണ്ടാവുക. അതുകൊണ്ട് പ്രശാന്തന്മാരായിരിക്കുക. മുമ്പ് പറഞ്ഞ ഓരോ ക്വാളിറ്റികളും ഇവിടെ ഉറപ്പിക്കലാണ്. വേണമെങ്കിൽ ഒരു ആശങ്കയുണ്ടാകാം, ഈ ദേഹം നശിച്ചു പോകാനുള്ളതല്ലേ, ഇതൊന്നും നിലനിൽക്കില്ലല്ലോ, അതുകൊണ്ട് ദേഹം കൊണ്ടുണ്ടാകുന്ന അനർത്ഥവും അധികാരം നിൽക്കത്തില്ലല്ലോ, അതും പോവില്ലേ എന്ന് വിചാരിച്ച് ഉദാസീനരായിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് യുക്തിപൂർവം സമർത്ഥിക്കാൻ പോവാം. എന്തായാലും ഈ ശരീരം കിട്ടി, ഈ ശരീരം നശിക്കുന്നത് വരെ എന്താണ് ഈ അനർത്ഥങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതല്ലേ നല്ലത്. ഈ ശരീരത്തിന് ഒത്തിരി കാലം നിലനിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഉദാസീനനാണ് എന്ന് വിചാരിച്ചിരുന്നാൽ ഉണ്ടാകാവുന്ന ഒരപകടമാണ് തിരസ്കാരം. ആ തിരസ്കാരത്തിന്റെ ഫലം എന്താണ്? അഭിമാനം
ഉള്ളതുകൊണ്ടാണ് തിരസ്കാരം. അഭിമാനം വർദ്ധിച്ചു വരുമ്പോൾ, ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തെ ഉറപ്പിച്ചു വരുമ്പോൾ ദുഃഖം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, അടിപിടി, തല്ല്, വെട്ട്, കുത്തൊക്കെ ഉണ്ടാകും. ഇതിനെല്ലാം കാരണം ഇത് മാത്രമാണ്. അഭിമാനവും ശരിയായ ആത്മതത്വം അറിയാത്തത് കൊണ്ട് അഭിമാനം ഉണ്ടാകും, അതുകൊണ്ട് തിരസ്കാരം ഉണ്ടാകും. അപ്പോൾ ആ തിരസ്കാരം ഉണ്ടാവാതിരിക്കാനുള്ള കർമ്മങ്ങളിൽ ശ്രദ്ധ കൂടും. ഈ ശരീരം അനേക തരത്തിലുള്ള കർമ്മവാസന കൊണ്ട് ഉണ്ടായതാണെങ്കിൽ ഈ സ്ഥൂലദേഹം നശിക്കുമ്പോൾ വാസന കൊണ്ട് ആത്മാവിന് അടുത്തവുമായുള്ള ബന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദേഹനാശത്തോടുകൂടി തീർന്നു വിചാരിക്കരുത്. ഓ, ഈ ശരീരം ഉപേക്ഷിച്ചാൽ പിന്നെ ഒന്നുമില്ലല്ലോ, സുഖമല്ലോ, എനിക്ക് പിന്നെ ഒരു ദുഃഖം അറിയണ്ട. അല്ല, അപ്പോഴും സൂക്ഷ്മ ശരീരം കാരണ ശരീരമായി മറ്റൊരു ശരീരത്തിലേക്ക് കടന്നുകൊള്ളും. അപ്പോഴും ഇതിന്റെ ബാലൻസ് അവിടെ അനുഭവിക്കേണ്ടി വരും. നോക്കൂ, ഇതൊന്നും തീരില്ല എന്ന് പറയാൻ പോവാ. ചിലർ വിചാരിക്കും, ഓ ഇതങ്ങ് ഈ ജീവൻ എടുക്കിയാൽ പിന്നെ കഴിഞ്ഞ് എനിക്കൊന്നും അറിയണ്ടല്ലോ എന്ന്. അല്ല, പിന്നെയും അറിയും. ഈ പ്രാണനാണ് പോകുന്നത് ശരീരത്തിന്. പ്രാണന്റെ കൂടെ വാസനാരൂപത്തിലുള്ള മനസ്സ് കൂടെ പോകും. അത് പിന്നീട് ഒരു ജന്മത്തിന് കാരണമാകും. ഈ ജന്മത്തിൽ അനുഭവിച്ചതിന് ബാക്കി അവിടെ ചെന്ന് അനുഭവിക്കേണ്ടത്. അടുത്ത ഏത് ജന്മത്തിലാണെങ്കിലും അറിയാൻ പറ്റില്ല. ഇങ്ങനെ നീണ്ടുപോകുന്നു. ഇതാണ് ഒരു പുത്രൻ എന്താണ് മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. അപ്പം സ്ഥൂലദേഹം നശിച്ചാലും സൂക്ഷ്മദേഹം നശിക്കാത്തത് കൊണ്ട് വീണ്ടും സംസാരത്തിലേക്ക് വന്ന് അലിഞ്ഞു തിരിയേണ്ടി വരും. കർമ്മവാസന പ്രബലമാണ്. അപ്പോൾ തത്വജിജ്ഞാസ ദുർബലമാകും. തത്വം അറിയാനുള്ള ജിജ്ഞാസ കുറഞ്ഞു വരും. അതുകൊണ്ട് വിഷയസുഖങ്ങളിലെ ദോഷം കണ്ടെത്തണം. എന്നിട്ട് വേണം വിരക്തി ഉണ്ടാവാം. ഓരോ വിഷയസുഖത്തിലും ദോഷം കണ്ടെത്തണം. പഞ്ചസാരയിലെ ദോഷം കണ്ടെത്തിയിട്ടാണ് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? വിരക്തി ഉണ്ടായി മാറ്റി നിർത്താൻ പറ്റുന്നത്. ഇതേപോലെ ഭൗതിക വിഷയങ്ങളിലൊക്കെ അതിൻ്റെ ദോഷാംശത്തെ കണ്ടെത്താൻ പറ്റണം. ഓരോന്നിൻ്റെയും ഇൻഗ്രീഡിയൻസ് പ്രത്യേകം ഇത്ര ശതമാനം എന്ന് അറിഞ്ഞ് പഠിച്ച് ദോഷാംശം ഏറെ ഉള്ളതാണെങ്കിൽ മാറ്റി വെക്കണം, ഇത് ഉപയോഗിക്കരുത്. അങ്ങനെ ആയാൽ ആത്മജിജ്ഞാസ വളരും. എന്നാൽ മാത്രമേ മോക്ഷമാർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. യാവത് ക്രിയ താവതിതം മനോവൈ, യാതൊരു കാലം വരെയാണോ ക്രിയകൾ ചെയ്യുന്നത്, താവതിതം മനോവൈ, അതുവരെ മനസ്സുകൂടെ ഉണ്ടാകും, ഉറപ്പാണ്. കർമാത്മകം ഏന ശരീരബന്ധ, ഈ ശരീരബന്ധം കർമാത്മകമാണ് എന്ന് തിരിച്ചറിയൂ. ഇതിനു മുമ്പ് ചെയ്ത ഓരോ കർമ്മങ്ങളുടെ ബാലൻസ് അനുഭവിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കർമാത്മകമായ ഈ ശരീരത്തോട് എനിക്ക് ബന്ധമുണ്ടായത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഏതേത് കർമ്മം ചെയ്യുന്നുവോ മനസ്സ് അവിടേക്ക് ബന്ധിക്കപ്പെടും. അപ്പോൾ ഞാൻ വീണ്ടും കർമാധീനനാകും, കർമ്മത്തിൽ ബന്ധിക്കപ്പെടും. അതിൽ നിന്ന് മുക്തി എനിക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് പരാഭവസ്ഥാവത് അബോധജാതോ, വേണ്ടത് എന്താണ്? ഈ ബോധം ആണ് ഉണ്ടാവേണ്ടത്. ഈശ്വരൻ എന്നുള്ള ആത്മതത്വത്തെക്കുറിച്ച് ശരിക്ക് അവബോധമുണ്ടായാൽ ജിജ്ഞാസയുണ്ടാകും. ആത്മതത്വം അറിയാനുള്ള ഒരു ത്വരയുണ്ടാകും. അതുണ്ടായാൽ കർമ്മത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ചിട്ട് ഈ ശരീരബന്ധത്തിനോട് ഞാനെന്നും എൻ്റെ എന്നുള്ള മമത ഒഴിവാക്കാൻ പറ്റും. ഇത് ഒഴിവാക്കി ജീവിക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. പരാഭവസ്താവതബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാ താവതിദം മനോവൈ കർമാത്മകം ഏന ശരീരബന്ധം. പരാഭവസ്താവതബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാ താവതിദം മനോവൈ കർമാത്മകം ഏന ശരീരബന്ധം.
പരാഭവസ്താവത് അബോധജാതോ യാവന്ന ജിജ്ഞാഫത ആത്മതത്വം യാവത് ക്രിയാതാവതിദം മനോവൈ കർമാത്മകം ഏന ശരീരബന്ധാം. ഇത് നീണ്ടുപോകുന്ന ഉപദേശ പരമ്പരകളാണ്. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി അടുത്ത ശ്ലോകം എടുത്താൽ 10 മിനിറ്റുണ്ടെങ്കിലും മുമ്പോട്ട് പോകും. കാരണം ഓരോ ശ്ലോകവും ഓരോ പുസ്തകം പോലെയാണ്. അതിനകത്ത് ധാരാളം വിഷയങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. കുറച്ചെങ്കിലും ഒന്ന് സൂചിപ്പിക്കാതെ പോകുമ്പോൾ ഭാഗവതത്തിനോടുള്ള ഒരു ധർമ്മം ഞാൻ കാണിച്ചില്ല എന്ന് വരും. അതുകൊണ്ടാണ് 5 ശ്ലോകയോ എടുത്തുള്ളെങ്കിലും ആ ശ്ലോകം നമുക്കുള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ പാകത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ മനുഷ്യജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയതാണ്. ഇത് ആവശ്യമാണ് എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനാണ് ഭാഗവതം അടുക്കി വെച്ചത്. അത് കണ്ടറിയുമ്പോൾ അത് പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തിരി കൂടുതൽ പറഞ്ഞു പോകുന്നത് എന്നേ ഉള്ളൂ. അതിനെ ഞാൻ മുഴുവൻ പറയുന്നില്ല, ആവശ്യമുള്ളത് മാത്രം എടുത്തേ പറയുന്നുള്ളൂ. ഓരോ വിഷയങ്ങളിലേക്ക് കടന്നാൽ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ബാക്കി ഉപദേശം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഒന്നാമത്തെ ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളിലെ തെറ്റുകൾക്കെല്ലാം നേരെ ഋഷഭമുനി ചൂണ്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ ഒറ്റ ശ്ലോകം മാത്രം മതി. അതുകൊണ്ട് മാത്രം മതി. നമുക്ക് ശ്രേഷ്ഠമായ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ ഈ പുഴുവിനെ അല്ലെ മറ്റു ജീവികളെ വിശേഷബുദ്ധി ഇല്ലാത്ത ജീവികളെ പോലെ തന്നെ നമ്മൾ ഈ ആഗ്രഹങ്ങളും പറഞ്ഞ് അമ്പലങ്ങളിൽ പോവുക, അതിനെല്ലാം ഇത് പറഞ്ഞു കഴിഞ്ഞു. ഗാർഹസ്ഥ്യത്തിലെ കാമനകളിലൊക്കെ പൂർത്തീകരിച്ചത് ഇന്ദ്രിയ സുഖം അനുഭവിച്ച് പിന്നെ കാമനകൾ കൊഴിഞ്ഞു പോകുന്ന രീതിയിൽ മോക്ഷമാർഗത്തെ തേടണം എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പോ ഇവിടെ ഉപദേശത്തിലെ ഇന്ദ്രിയ എന്നുള്ള പറയാ ബോധമുള്ളതാണല്ലോ പറയുന്നത്. ഇന്ദ്രിയ സുഖത്തിന്റെ പുറകെ പോകരുതെന്നല്ലേ പറയുന്നത്. അതെ, പോരുന്നതാണ്. അങ്ങനെ പോയാൽ ആ കിട്ടുന്നത് ആത്മജ്ഞാനത്തിന് തടസ്സമാണ്. അങ്ങനെ പോയാൽ വീണ്ടും വീണ്ടും ജന്മ പരമ്പര ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഗാർഹസ്ഥ്യത്തില് ഇന്ദ്രിയ സുഖം അനുഭവിച്ച് കാമനകളൊക്കെ പൂർത്തീകരിച്ച് പോകണമെന്നല്ലേ പറയുന്നത്. അതെ, ഇന്ദ്രിയ സുഖം അനുഭവിച്ച് വിരക്തി നേടണം. അതാണ് ആദ്യം ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. ഭാര്യയും പുത്രനും സമ്പത്തും വേണ്ടെന്നല്ല പറഞ്ഞത്, സംഘഭംഗി, അതിന്റെ സംഘത്തിനോടുള്ളവരോട് സംഘം ഉണ്ടാവരുന്ന മാത്രമേ ഉള്ളൂ. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. അതിനുവേണ്ടി മാത്രമാണ് എനിക്ക് ശരീരം തന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് അതിനുവേണ്ടി മാത്രം കഷ്ടപ്പെടുന്നവരോട് പറയുകയാണ്. അതാണ് പറഞ്ഞത്, ഒരു കൈക്കുമ്പിൾ ഒതുങ്ങുന്നത് മാത്രം മതി എനിക്കെന്ന് വിചാരിക്കാൻ പറ്റിയാൽ മതി. ഇത്രയല്ലേ, എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടം പോലെയുണ്ട്, നിറച്ചുണ്ട്. ഇതെല്ലാം എനിക്ക് വാരിക്കൂട്ടി വീടുണ്ടാക്കി അതിനകത്ത് ഫേബിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. സമ്പത്ത് വേണ്ടെന്ന് പറഞ്ഞില്ല, ഭാര്യ പുത്രന്മാർ വീട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ പോകുന്നവർക്ക് ആത്മജ്ഞാനത്തിന് തടസ്സമുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ലക്ഷ്യത്തിലേക്കെത്തില്ല. ഇത് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. കാരണം അവര് ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ പുറകെ പാഞ്ഞു നടക്കാൻ പോകുന്നവരാകും. ഒന്ന് നിയന്ത്രിക്കാൻ ഈ ഉപദേശം പര്യാപ്തമാകും. ഉപനിഷത്ത് സാരമാണ് സാർ ഇത്. അതെ, ശരിയായിട്ട് കാച്ചി കുറുക്കിയെടുത്ത ലക്ഷ്യം. അതെ, ആ എസൻസ് ആണ് അതിനകത്ത് വരുന്നത്. അതെ. എല്ലാ ഉപനിഷത്തുകളിലും വരുന്ന ആ തത്വങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചാണെന്ന് തോന്നുന്നത് ഒരു അധ്യായം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ആ ഒരു ഉപദേശം എത്ര സുന്ദരമായിട്ട് ഒരു ഗൃഹസ്ഥൻ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. അതെ, ശരിയാണ്. അതെ, എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് മക്കളോട്. ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷെ അതാണ് കൊടുക്കേണ്ടത്. അതിന് വിരുദ്ധമായുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് മുഴുവൻ നേരെ തിരിഞ്ഞാണ്. അവിടെയാണ് ഇതിന്റെ പ്രസക്തി. ഇത് ഏതെങ്കിലും ഭാഗവത സപ്താഹ വേദിയിൽ ഇത് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നന്നായിരിക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് ആരും പറയാറില്ല. അത് അറിവുള്ളവരും അത് അനുഭവമുള്ളവർക്കും അല്ലേ അത് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഭാഗവതത്തിന്റെ ധർമ്മം, ലക്ഷ്യം. അത് നമ്മൾ അറിയണം, തിരിച്ചറിയണം. അതെ, ശരിയാണ്.
സാറേ, ശരീരബന്ധം ഇല്ലാതെ കർമ്മം ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടല്ലേ സാറേ? ഏത് കർമ്മം ചെയ്തോ ശരീരമായിട്ട് ബന്ധം ആകരുതെന്നല്ലേ പറയുന്നത്? കർമ്മണ്യേ വാധികാരസ്തു. അത് കർമ്മണ്യേവാധികാരസ്തു എന്നുള്ളത് ഈ വിഷയമല്ല പറയാ. ഫലമില്ല. കർമ്മത്തിന്റെ ഫലത്തിന് ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യാനാണ്. അപ്പൊ ഇതോ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്നുള്ള മട്ടിൽ കർമ്മം ചെയ്യുക. ഇതിപ്പോ ഭൗതിക ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സമസ്ത കാമനകളും ആഗ്രഹങ്ങളും നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ട് എത്തിക്കില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ അതിനുള്ള ആസക്തി കുറച്ചു കൊണ്ടുവരാം. വേണ്ടെന്ന് വെക്കാനല്ല, ആസക്തി കുറച്ച് വിദഗ്ധി വന്നിട്ട് ഇത് മതിയായി, ഇതിന് ഞാൻ ഉപേക്ഷിക്കാം, എൻ്റെ ജീവിത ലക്ഷ്യം ഇതല്ല, എനിക്ക് ഈശ്വരൻ ശരീരം തന്നത് ഈ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആ വിചാരം ഉള്ളിൽ സൂക്ഷിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ആത്മബോധത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുണ്ടായിക്കൊണ്ട് ഇത് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് എണ്ണ പുരട്ടിക്കൊണ്ട് അരക്കെടുക്കാം, കുഴപ്പമില്ല. എണ്ണ പുരട്ടാതെ അരക്കെടുക്കാൻ പുറപ്പെട്ടപ്പോഴുള്ള അനുഭവങ്ങളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാം ഒട്ടും. എവിടെ നോക്കിയാലും ഹോട്ടലായിരിക്കും. അതെ, എവിടെ നോക്കിയാലും ഹോട്ടൽ. ആഹപ്പാട് ദേഷ്യം വരും. തുടർന്ന് എല്ലാം ഒട്ടുകാരല്ല. അത് ഇളക്കി മാറ്റാൻ പിന്നെ പാടുമാണ്. സത്സംഗത്തിന്റെ ആവശ്യകത. മഹാന്മാരുമായി കൂടിച്ചേരണം. ആരാണ് മഹാത്മാക്കൾ എന്ന് പറഞ്ഞു തരികയാണ്. അവരോടാണ് ചേർച്ച ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ ഇതൊക്കെ തന്നെ വന്നു തരും. അനാസക്തിയോടെയുള്ള ജീവിതം. അതെ, അത്യാസക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റണം. ലക്ഷ്യബോധം. അതെ, ലക്ഷ്യബോധം. അതില്ലാതാണല്ലോ ഇന്നത്തെ തലമുറ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. എങ്ങനെയും വെട്ടിപ്പിടിച്ച് ധാരാളം ഉണ്ടാക്കി ഇത് ജീവിക്കുക, അതേ ഉള്ളൂ എന്നാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയും ഇതല്ല എന്ന്. ആ നേരത്തെ ഈ അവബോധത്തോടെ ഈ വെട്ടിപ്പിടിക്കലിന് പുറപ്പെട്ടാൽ പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ട് ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റും. ഋഷഭദേവനെ പോലെയുള്ളവര് പിതാവിന് മാത്രമേ അതാണ് അങ്ങനെ ഉപദേശിക്കാൻ കഴിയൂ. അല്ലാത്ത ഒരു പിതാവിനും പറ്റത്തില്ല. ഒരു പിതാവിനും ഇത് പറയാൻ പറ്റില്ല. അതെ. അപ്പം ഋഷഭദേവനെ പോലെ പിതാവാകാൻ ആഗ്രഹിക്കുക. അത്രയും പറ്റിയില്ലെങ്കിലും അതിന്റെ അടുക്കൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് നമ്മൾ ആയിത്തീരും. അത്രയായ മതി. കാച്ചിക്കുറുക്കിയ കവിതയാ. അതെ, കാച്ചിക്കുറുക്കിയ കവിത. 27 ശ്ലോകം. നമ്മൾ 5 ശ്ലോകമായുള്ളൂ. ഞാൻ ഇത്തിരി പതുക്കാൻ പോകുന്ന എനിക്കത് തോന്നുന്നുണ്ട്. പക്ഷേ അത്രയും പറഞ്ഞില്ലെങ്കിൽ അതിന്റെ വിഷയങ്ങളിലേക്ക് എത്തില്ലാഞ്ഞിട്ടാണ്. ഒക്കെ ഓരോ നിമിഷവും നമ്മൾ ഓർമ്മിക്കേണ്ട തത്വങ്ങളാണ്. അതെ. സന്തോഷം. സംശയം തീർന്നെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം.